ഉച്ചയ്ക്ക് മുമ്പ് തലകറങ്ങും. ഉച്ചഭക്ഷണം സ്കൂളിലുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് തലകറങ്ങി വീഴും. തലകറങ്ങി വീഴുന്ന കാര്യം എന്തോ അവരൊന്നും കഴിച്ചിട്ടില്ല. അതാണ് രാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ശീലമില്ല. വൈകുന്നേരം മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുന്ന ശീലമുള്ളൂ. അവസാനം ഞങ്ങൾ പഞ്ചായത്ത് പദ്ധതി ഉണ്ടാക്കിയിട്ട് അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു ചായയും 2 ബിസ്ക്കറ്റും ഇത്രേ ഉള്ളൂ. ജീവൻ നിലനിർത്താനുള്ള ഒരു ചെറിയ സമ്പ്രദായം. അത് വേറെ കാര്യമൊന്നുമില്ല. അതൊക്കെ അന്നത്തെ കാലത്ത് അതിനൊക്കെ അനുവാദം കിട്ടാൻ വലിയ ഗവൺമെൻറ് പോയി നേരിട്ട് മന്ത്രിയൊക്കെ പോയി കാണേണ്ടി വന്നു. കാരണം DPCയിലും ഈ പഞ്ചായത്ത് ബ്ലോക്ക് ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റിയൊന്നും അനുവാദം തന്നില്ല ഞങ്ങൾക്ക്. കാരണം നിലവിലുള്ള നിയമത്തിൽ അത് പറയുന്നില്ല എന്നുള്ളത് പറഞ്ഞാണ് അവർ തരാതിരുന്നത്. അവസാനം മന്ത്രി എടുത്ത് പോയി അനുവാദം മേടിച്ചു കൊണ്ടാണ് ഞങ്ങൾ പ്രഭാത ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം കൂട്ടമ്പടിയിലൊക്കെ ഉണ്ടാക്കിയെടുത്ത കാര്യം. ഇപ്പോൾ അതെല്ലാം വന്നു. ഇപ്പം എല്ലായിടത്തും ആയി. അപ്പം എല്ലായിടത്തും ആയി. അല്ല, ഞാൻ പറഞ്ഞേ എത്ര വർഷത്തിന് ശേഷം നമ്മൾ കൂട്ടണം. ഇപ്പോൾ 10-15 കൊല്ലത്തിന് മുമ്പ് നടന്ന മുമ്പ് നമ്മൾ അത് കണ്ടെത്തി അവിടെ സഹായിക്കുന്നത്. ഞാൻ പറഞ്ഞ അത് തന്നെ കേസ്. ഞാൻ പറഞ്ഞത് ഇതാണ് ശീലം. ഈ നമ്മുടെ പണമുണ്ട്, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉണ്ട്. പക്ഷെ ഇത് വീതം വെക്കുന്നതിലുള്ള അശാസ്ത്രീയത, അസമത്വം, അനീതി യഥാർത്ഥത്തിൽ ഏതാണ് കാര്യം അത് പരിഹരിക്കും.